ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 വാർഷിക പരീക്ഷ 4ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ നടത്തിയതിൻ്റെ ആൻസർ കീയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കി ആൻസറുകൾ അടയാളപ്പെടുത്തിയത് നോക്കാം. അപ്പോൾ ഇവിടെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താനുള്ളത് ശ്വാസം വിടാതെ അല്പം അടങ്ങണം എന്ന് സൂചിപ്പിക്കുന്നത് എന്താണെന്നാണ്. അത് സീന്, സെക്കത്തയുടെ അടയാളമായ സീനാണ്. അപ്പോൾ അവിടെ അടയാളപ്പെടുത്താം. അടുത്തത് 2 ഹർക്കത്തിൻ്റെ കതിർ നീട്ടിയാണ് വഖഫ് ചെയ്യണം. എന്താണ്? സവാഅൻ. സവാഅൻ എന്നതിൽ അസ്ലിയായ മദ്ദാണ്. അപ്പോൾ സവാ എന്നാണ് നമ്മൾ വഖഫ് ചെയ്യേണ്ടത്. അടുത്തത് നുസിബത്ത് എന്നതിലുള്ള താ മജ്റൂറയാണ്. മദ്ദുൽ ആരിളിന് ഉദാഹരണം തജ്രിയാൻ. അടുത്തത് ഖുർആനിലുള്ള ഹുറൂഫുൽ മുഖത്ത എത്ര? 14 ഹുറൂഫ്. മുഖത്തയുടെ ഹർഫുകൾ എത്ര? 14 ആണ്. അടുത്തത് 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ് മദ്ദുൽ ലാസിം. ചേരുമ്പടി ചേർക്കാനുള്ളത് ലഅല്ലഹും യതഫക്കറൂൻ എന്നതിൽ മദ്ദിന് ശേഷം വഖഫ് വന്നു, മദ്ദുൽ ആരിൾ. അപ്പോൾ അവിടെ സി എന്നത് അടയാളപ്പെടുത്താം. അടുത്തത് എന്താണ്? വആമനഹും മിൻ ഖൗഫ്. അവിടെ ലീനശ്രം, അതിനുശേഷം സുക്കൂന് വന്നു. അപ്പോൾ അത് ഈ എന്ന ഓപ്ഷൻ മദ്ദുൽ ലീൻ എന്നത് അടയാളപ്പെടുത്താം. അടുത്തത് ഫലമ്മാ അഫൽത്ത. അവിടെ മദ്ദക്ഷരം അടുത്ത കലിമത്തിൽ ഹംസയും വന്നു, മദ് മുൻഫസിൽ. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. വസ്സാഖത്ത്. വസ്സാഖത്ത് എന്നതിൽ മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂന് വന്നു, അത് മദ്ദുൽ ലാസിം കലിമിയി. അടുത്തത് റിഹ്ല തഷിതായി. മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ വന്നു, മദ്ദുൽ മുത്തസിൽ. അതിൻ്റെ എയും അടയാളപ്പെടുത്താം. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. ചേർത്തി ഓതുമ്പോഴും വഖഫ് ചെയ്യുമ്പോഴും എന്നവിടെ ചേർത്തണം. ഉണ്ടാകുന്ന സുക്കൂനാണ് സ്ഥിരമായ സുക്കൂന്. അടുത്തത് കാഫ് ഹാ യാ ഐൻ സോദ്. ഇതിൽ എത്ര സ്ഥലങ്ങളിൽ മദ്ദുണ്ടെന്നാണ്? 3 സ്ഥലങ്ങളിലാണ്. ഞാൻ നല്ല സ്പീഡിൽ വായിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും തിരക്ക് കാരണമാണ് ഞാനിങ്ങനെ വോയിസ് ചെയ്തിടുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നു ചോദ്യപേപ്പർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ട് ഇപ്പോൾ ഈ സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ചെയ്ത് വിടുന്നത്. എന്തെങ്കിലും പറയുന്നതിലൊക്കെ തെറ്റുന്നതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കണം. ഞാനത് എഡിറ്റൊന്നും ചെയ്യാതെ ഒച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഖുർആനിൽ ഹുറൂഫുൽ മുഖത്ത കൊണ്ട് തുടങ്ങുന്ന ഡാഷ് സൂറത്തുകളുണ്ട്. എത്രയാണ്? 29 സൂറത്തുകളുണ്ട്. മദ്ദുൽ ആരിൽ ഡാഷ് കതിർ നീട്ടലാണ് നല്ലത്. 3 അലിഫിൻ്റെ കതിർ. കതിർ എന്ന് പറയുമ്പോൾ 3 അലിഫിൻ്റെ കതിർ. ഹർക്കത്താണെങ്കിൽ 6 ഹർക്കത്ത്. അപ്പോൾ ഇവിടെ 3 അലിഫിൻ്റെ ആണ് എഴുതേണ്ടത്. അടുത്തത് എന്താണ്? താ മർബൂത്തക്ക് പറയുന്ന മറ്റൊരു പേര് ഹാ ഉത്ത് അനീസ്. അഫൂറ എന്നതിൽ ഏത് മദ് കൊടുത്താണ് വഖഫ് ചെയ്തത്? അസ്ലിയായ മദ്. അടുത്തത് ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. മദ്ദുൽ ലീൻ എത്ര അലിഫിൻ്റെ കതിർ ചുരുക്കലാണ് നല്ലത്? 1 അലിഫിൻ്റെ കതിറായി ചുരുക്കലാണ് നല്ലത്. ലി നഫ്സി എന്നതിൽ ഏത് മദ്ദിലാണ് വഖഫ് ചെയ്തത്? നേരത്തെ വന്നതുപോലെ തന്നെ അസ്ലിയായ മദ്ദിലാണ് വഖഫ് ചെയ്യേണ്ടത്. അലിമത്ത് എന്നതിലുള്ള തായിൻ്റെ പേര് താ മജ്റൂറ. ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ സക്കത്തയുണ്ട്? 4 സ്ഥലങ്ങളിൽ. ഖാഫ് ഇത് ഉച്ചാരണത്തിൽ എത്ര അക്ഷരമുണ്ടാകും? ഖാഫ് എന്നതിൽ ഉച്ചാരണത്തിൽ 3 അക്ഷരം. ഖാഫ് എന്ന് എഴുതുമ്പം ഖാഫിനെ നീട്ടാനുള്ള അലിഫും കൂടി വരും. പിന്നെ ഖാഫും അലിഫും ഫാവും. അപ്പോഴാണ് ഖാഫ് എന്നാവുള്ളൂ. അപ്പോൾ അവിടെ 3 എന്ന് എഴുതണം. അല്ലമൽ ഖുർആൻ ഇതിലുള്ള മദ് ഏത്? മദ്ദുൽ ആരിൾ. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. മദ്ദുൽ ലാസിം എന്നാൽ എന്ത്? മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം സ്ഥിരമായ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ലാസിം. അപ്പോൾ അത് മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? മദ്ദുൽ മുതതരിഫിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എഴുതാനാണ്. അപ്പോൾ അവിടെ എന്താണ്? അസ്ലിയായ മദ്ദിൻ്റെ കതിറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം വരരുത്. അപ്പോൾ അതിന് ഒരു കാര്യം എഴുതിയാൽ മതി. അടുത്തത് മദ്ദുൽ ലീൻ എന്നാൽ എന്ത്? മദ്ദുൽ ലീൻ എന്താണ്? ലീനക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂന് വന്നാൽ ഉണ്ടാകുന്ന മദ്ദാണ് മദ്ദുൽ ലീൻ. അടുത്തത് മദ്ദുൽ ആരിൽ എന്നാൽ എന്ത്? എന്താണ്?
മദ്ദക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്ന മദ്ദാണ് മദ്ദുൽ ആരിള്. അടുത്തത് ഹ തഅനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്തെല്ലാമാണ്? ഹായിൻ്റെ ശബ്ദം പുറത്തു വരാതെ മുമ്പുള്ള അക്ഷരത്തിൽ ശബ്ദം മുറിക്കുകയോ ഹായിന് പകരം അലിഫ് വരികയോ ചെയ്യരുത്. അടുത്തത് ഹുറൂഫുൽ മുഖത്തയിൽ നിന്ന് 8 എണ്ണം എഴുതുക. ഹുറൂഫുൽ മുഖത്ത ഹർഫുകൾ 14 എണ്ണം പഠിച്ചിട്ടുണ്ട്, അതിന്ന് 8 എണ്ണം എഴുതാനാണ്. അപ്പോൾ ഇവിടെ നൂന്, സ്വാദ്, ഹ, ഖാഫ്, യാ, മീമ്, ലാമ്, ഹ, സീന്, റാ. അപ്പോൾ ഇതിന് 8 എണ്ണം എഴുതാം. അടുത്തത് ലീനക്ഷരം എന്ന് പറയുന്നു. എന്തിനാണ്? ഫതഹിനു ശേഷം വരുന്ന സുക്കൂനുള്ള വാവിനും യാഇനുമാണ് ലീനക്ഷരം എന്ന് പറയുന്നത്. അടുത്തതിന് 5 വരിയിൽ കുറയാതെ എഴുതാനാണ്. വഖഫ് അലാ മുനവ്വൻ. അത് കഴിഞ്ഞ ചോദ്യപേപ്പറിലും വന്ന ചോദ്യം തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും റിവിഷൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ടാവും, എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. വഖഫ് അലാ മുനവ്വൻ ആ ചാപ്റ്ററിൽ നിന്ന് എന്താണോ നമ്മൾ മനസ്സിലാക്കിയത് അത് എഴുതിയാൽ മതി. ഫതഹ് തൻവീൻ വരുന്ന എല്ലാ പദങ്ങളിലും അസ്ലിയായ മദ് നൽകിയാണ് വഖഫ് ചെയ്യേണ്ടത്. എന്നാൽ ഫതഹ് തൻവീനുള്ള താ മർബൂത്തയിൽ സുക്കൂനുള്ള ഹ ആയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. സവാഅം മാഅം പോലെ ഹംസയുടെ മുമ്പ് അലിഫുള്ള പദങ്ങളിൽ ഹംസയ്ക്ക് ശേഷം അലിഫ് എഴുതാറില്ല. ഇവിടെയും അസ്ലിയായ മദ്ദിലാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ എഴുതിയിട്ട് അവിടെ അതിനെക്കുറിച്ച് എഴുതാം. അപ്പോൾ ഇത്രയാണ് തജ്വീദ് ഖുർആനിൻ്റെ ചോദ്യപേപ്പറിലുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.